ഹായ് നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ നിൽക്കണം നമ്മളെ കാസർഗോഡ് ജില്ലയിലെ തയ്യേനി ടൗണിൽ നിന്ന് 1 കിലോമീറ്റർ മാത്രം മാറിട്ട് കിടക്കുന്ന ഒരു ടാറിംഗ് റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഏക്കർ പ്ലോട്ട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോണത് കേട്ടോ. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിനെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീഡിയോസ് അല്ല പ്രോപ്പർട്ടി എന്തെങ്കിലും സെയിൽ ചെയ്യുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. കുറഞ്ഞ വിലക്കുള്ള സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ അതും കുറഞ്ഞ സ്ഥലങ്ങൾ ഒരു ഏക്കർ പ്ലോട്ടൊക്കെ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇതാക്കണം. ഈ കാണുന്ന ഒരു ഏക്കർ പ്ലോട്ട് ഇതാക്കണ് അതിന്റെ അതിൽ ഇതാക്കണം ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങണം കേട്ടോ. ഈ സ്ഥലത്തിന്റെ പഞ്ചായത്ത് വരുന്നത് ഈസ്റ്റളേരി പഞ്ചായത്താണ്. വില്ലേജ് വരുന്നത് പാലാവയലാണ്. അപ്പൊ ഇതാക്കണ നമ്മളെ പ്ലോട്ട് ഇവിടുന്നാണ് തുടങ്ങുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് മുകളിലോട്ടാണ് കിടക്കുന്നത്. ഇപ്പൊ അതിനകത്ത് നിലവിൽ ഇപ്പൊ കുറച്ച് റബ്ബറും കാര്യങ്ങളൊക്കെയാണുള്ളത്. 4 വർഷം പ്രായമായിട്ടുള്ള കുറച്ച് റബ്ബറും കാര്യങ്ങളൊക്കെയാണുള്ളത് കേട്ടോ. ബാക്കി ഡീറ്റെയിൽ നമുക്ക് പറമ്പിനകത്തോട്ട് പോയിട്ട് മൊത്തത്തിലൊന്ന് പോയിട്ട് നോക്കാം. നമുക്ക് നമ്മളെ തയ്യേനി ടൗണിനൊക്കെ വെറും 1 കിലോമീറ്റർ ദൂരമുള്ള ഇങ്ങോട്ട് എത്താൻ. ഇപ്പൊ അവിടുന്ന് തയ്യേനി നമ്മൾ ഒരു ഓട്ടോ വിളിച്ചിങ്ങോട്ട് വരാന്നുണ്ടെങ്കിൽ വെറും 50 രൂപ ആവുള്ളൂ നമുക്ക് ഇങ്ങോട്ടുള്ള ഓട്ടോ ചാർജ്. ഇനി കണ്ണൂരിൽ നിന്നൊക്കെയാണ് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഒരു 74 കിലോമീറ്റർ ദൂരമാണുള്ളത്. അതുപോലെ ഇനിയിപ്പോ പയ്യന്നൂരിനാണ് വരുന്നുണ്ടെങ്കിൽ ഒരു 49 കിലോമീറ്റർ ദൂരമുള്ളൂ കേട്ടോ. ഇനി നമുക്ക് പറമ്പില് ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പോയിട്ട് നോക്കാം നമുക്ക്. അപ്പൊ നമ്മളിങ്ങോട്ട് വരുമ്പോൾ നോക്കിയേ ഇതേപോലത്തെ തേക്കും തൈകൾ ഏകദേശം ഒരു 100ഓളം തേക്കും തൈകളുണ്ട് നമ്മളീ ഒരു പറമ്പിനകത്ത് കേട്ടോ. പിന്നെ അത് നോക്കിയാൽ റബ്ബർ കണ്ടെങ്കിൽ ഏകദേശം 10-200ഓളം റബ്ബറുകൾ ഉണ്ട്. ഇതേപോലത്തെ റബ്ബർ തൈകളാണ് കേട്ടോ. 430 ഇനത്തിൽ പെട്ടിട്ടുള്ള 4 വർഷം പ്രായമായിട്ടുള്ള റബ്ബർ തൈകളാണ്. പിന്നെ പ്ലാറ്റോറും കാര്യങ്ങളൊക്കെ പ്ലാറ്റോറൊക്കെ എല്ലാം വെട്ടിയിട്ടേക്കുന്നതാണ്. അതുപോലെ നമുക്ക് ഈ ഭാഗത്ത് വട്ടയൊക്കെ ഉണ്ട് കേട്ടോ. പറമ്പിന്റെ ഇടയ്ക്കെല്ലാം ഇതേപോലത്തെ വട്ട പോലത്തെ കാട്ടുമരങ്ങളൊക്കെ ഉണ്ട് ഇടയ്ക്കെല്ലാം. അതുപോലെ നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് വരാനുണ്ടെങ്കിൽ നോക്കി ഒരുവിധം എല്ലാ മരത്തെ കൂടെ കുരുമുളകെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതേ കൂടെ എല്ലാം കൊടിയെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട് കണ്ടല്ലേ. നമ്മളെ പറമ്പിലുള്ള റബ്ബറുകൾ ഏകദേശം 4 വർഷം പ്രായമായ മരങ്ങളാണ് കേട്ടോ. ഇതെല്ലാം 430 ഇനത്തിൽപ്പെട്ട നല്ല കിടിലും മരങ്ങളാണ് കേട്ടോ. പ്ലാറ്റോറൊക്കെ ഫുള്ള് കണ്ടില്ല നിങ്ങൾ ക്ലിയർ ആയിട്ട് വെട്ടി ക്ലിയർ ആക്കി ഇട്ടേക്കുന്ന സ്ഥലം തന്നെയല്ലേ. റബ്ബർ തൈ വലുതായി കഴിഞ്ഞാൽ ടാപ്പിംഗ് ആക്കാനൊക്കെ തുടങ്ങുന്ന ടൈം ആണെന്നുണ്ടെങ്കിലേ ടാപ്പിംഗ് ആക്കിക്കൊണ്ട് നടക്കാനാണെങ്കിലൊക്കെ സുഖമാണ്. പ്ലാറ്റോറൊക്കെ ഫുള്ള് ക്ലിയർ ആയിട്ട് വെട്ടിയിട്ടേക്കണാണ് കേട്ടോ. അപ്പൊ നമ്മളിങ്ങോട്ട് വരുമ്പോൾ നോക്കിയേ ഇതേപോലത്തെ തേക്കും തൈകൾ ഏകദേശം ഒരു 100ഓളം തേക്കും തൈകളുണ്ട് നമ്മളീ ഒരു പറമ്പിനകത്ത് കേട്ടോ. പിന്നെ അത് നോക്കിയാൽ റബ്ബർ കണ്ടെങ്കിൽ ഏകദേശം 10-200ഓളം റബ്ബറുകൾ ഉണ്ട്. ഇതേപോലത്തെ റബ്ബർ തൈകളാണ് കേട്ടോ. 430 ഇനത്തിൽ പെട്ടിട്ടുള്ള 4 വർഷം പ്രായമായിട്ടുള്ള റബ്ബർ തൈകളാണ്. പിന്നെ പ്ലാറ്റോറും കാര്യങ്ങളൊക്കെ പ്ലാറ്റോറൊക്കെ എല്ലാം വെട്ടിയിട്ടേക്കുന്നതാണ്. അതുപോലെ നമുക്ക് ഈ ഭാഗത്ത് വട്ടയൊക്കെ ഉണ്ട് കേട്ടോ. പറമ്പിന്റെ ഇടയ്ക്കെല്ലാം ഇതേപോലത്തെ വട്ട പോലത്തെ കാട്ടുമരങ്ങളൊക്കെ ഉണ്ട് ഇടയ്ക്കെല്ലാം. അതുപോലെ നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് വരാനുണ്ടെങ്കിൽ നോക്കിയേ ഒരുവിധം എല്ലാ മരത്തെ കൂടെ കുരുമുളകെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതേ കൂടെ എല്ലാം കൊടിയെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട് കണ്ടല്ലേ. നമ്മളെ പറമ്പിലുള്ള റബ്ബറുകൾ ഏകദേശം 4 വർഷം പ്രായമായ മരങ്ങളാണ് കേട്ടോ. ഇതെല്ലാം 430 ഇനത്തിൽപ്പെട്ട നല്ല കിടിലും മരങ്ങളാണ് കേട്ടോ. പ്ലാറ്റോറൊക്കെ ഫുള്ള് കണ്ടില്ല നിങ്ങൾ ക്ലിയർ ആയിട്ട് വെട്ടി ക്ലിയർ ആക്കി ഇട്ടേക്കുന്ന സ്ഥലം തന്നെയല്ലേ. റബ്ബർ തൈ വലുതായി കഴിഞ്ഞാൽ ടാപ്പിംഗ് ആക്കാനൊക്കെ തുടങ്ങുന്ന ടൈം ആണെന്നുണ്ടെങ്കിലേ ടാപ്പിംഗ് ആക്കിക്കൊണ്ട് നടക്കാനാണെങ്കിലൊക്കെ സുഖമാണ്. പ്ലാറ്റോറൊക്കെ ഫുള്ള് ക്ലിയർ ആയിട്ട് വെട്ടിയിട്ടേക്കണാണ് കേട്ടോ. ഇടക്കിടക്ക് ഉണ്ട് കേട്ടോ നമ്മളെ പറമ്പിന്റെ ഒരുവിധം എല്ലാ ഭാഗത്തും ഇതേപോലെ പ്ലാവലുണ്ട്. ചക്കൊക്കെ ഇഷ്ടംപോലെ കിട്ടണതാണ്. കണ്ടില്ലേ ചക്ക കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഇഷ്ടംപോലെ ചക്കയെല്ലാം കിട്ടുകയും ചെയ്യും. നമ്മളെ പറമ്പിന്റെ ഒരു ഏകദേശം ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ കണ്ടോ. നമ്മൾ പറമ്പിന്റെ കുറച്ച് സെന്റർ ഭാഗത്താണ് നിൽക്കുന്നത്. അങ്ങോട്ടൊക്കെ വട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്തെ പ്ലാവ് അങ്ങോട്ടൊക്കെ മുകളിലോട്ടൊക്കെ ഇഷ്ടംപോലെ പ്ലാവും അങ്ങനത്തെ മരങ്ങളൊക്കെ ഉണ്ടല്ലേ സൈഡ് വഴിയൊക്കെ. അതെ ഇനിയിപ്പോ വേണമെങ്കിൽ നമുക്ക് കപ്പ ചേമ്പോ ഒക്കെ ആയിട്ട് എന്തെങ്കിലും ചെറുവക കൃഷികളും കാര്യങ്ങളൊക്കെ നടത്താനൊക്കെ പറ്റുന്ന സ്ഥലം കൂടിയാണ് കേട്ടോ. നിങ്ങൾ നോക്കിയേ മാവാണ് ഈ പൂത്തിക്കണോട് നോക്ക് നിറയെ പൂത്തിട്ടുണ്ട് കേട്ടോ. മാങ്ങയൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നതാണ്. അതേപോലെ തന്നെയാണ് നമുക്ക് ചക്കയൊക്കെ ഇഷ്ടം പോലെ കിട്ടും. ചക്ക മാങ്ങ നിറയെ കിട്ടും കേട്ടോ. പിന്നെ തെങ്ങ് അങ്ങോട്ട് നോക്കിയാൽ ഒരു 5-6 തെങ്ങുണ്ട് ഇതേപോലെ നന്നായിട്ട് കായ്ക്കണം കേട്ടോ. ഒക്കെ നല്ല കായ പിടിക്കണം. നമുക്ക് വീട്ടിലെ ആവശ്യത്തിനൊക്കെ കറക്കി കൂട്ടാനൊക്കെ തേങ്ങയൊക്കെ ഇഷ്ടം പോലെ കിട്ടും. പിന്നെ ഇതാക്കണേ നമുക്ക് ഇവിടെ ഉണ്ട് പ്ലാവ് കേട്ടോ. നോക്ക് നിമ്മലൊക്കെ ചക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നോക്ക് നിമ്മലൊക്കെ നിറയെ ചക്ക ഉണ്ടായിട്ടുണ്ട് മേലെ. ഇത് വലിയൊരു പ്ലാവ് കണ്ടില്ലേ. ചക്കയ്ക്കും മാങ്ങയ്ക്കും തേങ്ങയ്ക്കൊന്നും ഒരു പഞ്ഞമല്ല അല്ലേ. അതിലൊക്കെ ചക്ക മേലെ പിടിച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഈ പ്ലാവുമ്മ കൂടെ കൊടിയും പിടിപ്പിച്ചിട്ടുണ്ട്. കുരുമുളകും കിട്ടും കേട്ടോ. വീട്ടില് അരച്ചു കൂട്ടാനൊക്കെ കുരുമുളകും കിട്ടും. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിൻ്റെ ഒരു ഏകദേശം ഒരു ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് തയ്യേനി ടൗണിൽ നിന്ന് വെറും 1 കിലോമീറ്റർ മാത്രം അകലത്താണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത്.
അതെ. ഓണർ ഇനി ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ മൊത്തം 12 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്താ പറയുക സ്കൂൾ സൗകര്യം നമുക്ക് 1 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ തയ്യനി ഗവൺമെൻറ് ഹൈസ്കൂൾ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങോട്ടേലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ പയ്യന്നൂർ, ചെറുപുഴ, ചിറ്റാരിക്കൽ അങ്ങനെയുള്ള ഭാഗങ്ങളിലോട്ടൊക്കെ ഇഷ്ടംപോലെ ബസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് തയ്യനിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ ഇടയ്ക്കൊന്ന് ഞായറാഴ്ച ദിവസം പള്ളിയിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് തയ്യനിലോട്ട് ചെന്ന് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അമ്പലമാണെങ്കിലും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നമുക്ക് തയ്യനി ടൗണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മുസ്ലിം പള്ളി നമുക്ക് ഏകദേശം 5 കിലോമീറ്ററിന്റെ ഉള്ളിൽ പുളിങ്ങോത്താണ് നമുക്ക് മുസ്ലിം പള്ളിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തിന്റെ ഒരു ഏകദേശം ഒരു ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ. ഈ ഒരു സ്ഥലം ആർക്കെങ്കിലും എടുക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഓണറുടെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഡയറക്റ്റ് ഓണറായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലും നമ്മൾ കാസർഗോഡ് ജില്ലയിലോ കണ്ണൂർ ജില്ലയിലോ വിൽക്കാനുണ്ടെങ്കിൽ നമ്മളെ യൂട്യൂബ് ചാനൽ വഴി പരസ്യം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഈ ഒരു സ്ഥലത്തിന് ഇതിൻ്റെ ഓണർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ മൊത്തം 12 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് കേട്ടോ. താല്പര്യമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം. അപ്പം നമുക്ക് മറ്റൊരു അടിപൊളി കിട്ടിലും പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ബൈ. ബൈ.